ഡിയേഴ്സ് നമ്മുടെ സെൽഫ് കളർ എംബ്രോയിഡറി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ്. അത് നമ്മുടെ പ്ലാറ്റിനം ഓർഗൻസ ഫാബ്രിക്കിലാണ് ഫാബ്രിക് വന്നേക്കുന്നതിൽ ഫുള്ളി ഇതുണ്ട്. ഈ സെൽഫ് കളർ വർക്ക് ലൈറ്റ് സീക്വൻസിങ് വരുന്ന ഫാസ്റ്റ് മൂവിങ് ഡിസൈൻസ് ആണ്. വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. ഓൾമോസ്റ്റ് നമ്മൾ എപ്പോഴും ആണ് ഒരു ഫാബ്രിക്കിന് നല്ല ഓർഡേഴ്സ് കാണും. 5 കളർ ഷെയ്ഡ്സ് ഇതിൽ വന്നിട്ടുണ്ട്. ഇത്രയും കളർ ഷെയ്ഡ്സ്, അതും കുറച്ചും കൂടെ കളർഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത്. എൻ്റെ ഫസ്റ്റ് കളർ വന്നേക്കുന്നത് ഒരു ലാവെൻഡറും കുറച്ചൊരു ലൈലാക്കിൻ്റെ ഒക്കെ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. ലൈറ്റ് ക്രഷ്ഡ് ഫോം ആണ്, നോക്കിയാൽ മനസ്സിലാവും. സെൽഫ് കളർ വർക്കാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക്. ഈ ഫാബ്രിക് ചിലർക്ക് ഈ ഓർഗൻസ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ധാരണയുണ്ട്. അത് പല ടൈപ്പ് ഓഫ് സോഫ്റ്റ് ഓർഗൻസി ഉണ്ട്, വിസ്കസ് ഓർഗൻസി ഉണ്ട്. അങ്ങനെ എല്ലാ ഓർഗൻസയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോമിലായിരിക്കും വരുന്നത്. അപ്പം ഈ ഒരു ക്രഷ്ഡ് ഓർഗൻസ് അത് പ്ലാറ്റിനം ക്രഷ് ഓർഗൻസിയാണ്. സ്റ്റിഫ് അല്ല, ലൈറ്റ് വെയ്റ്റ് ആൻഡ് സോഫ്റ്റ് ആണ്. ഇതുണ്ടല്ലേ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവില്ല നമുക്ക് ആ ഫാബ്രിക് എങ്ങനെയാണ്. സ്റ്റിഫ് ആണെങ്കിൽ ഇങ്ങനെ പൊന്തി നിൽക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഊർന്ന് പോകും. ഇതങ്ങനെ ഊർന്ന് പോകില്ല. ഫുൾ അതിൽ വർക്കാണ് കൊടുത്തേക്കുന്നത്. സെൽഫ് വർക്കാണ് വിത്ത് ലൈറ്റ് സീക്വൻസിങ്. ടോപ്പ് വരുമ്പോഴും ഉണ്ടോ ഫുൾ വർക്കാണ്. ഒരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പാറ്റേൺ ആണ് ഇതെല്ലാം. ഇത് അടുത്ത കളർ ഷെയ്ഡ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. അതായത് സീ ബ്ലൂവിൻ്റെ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ടൈപ്പ് ഒരു നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡാണ്. ഇതിൽ കൂടുതൽ കളർ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈനിൽ. ആക്ച്വലി 4 കളേഴ്സ് ആയിരിക്കും. ഇതിൽ കുറച്ചുകൂടെ കളർഫുൾ ആൻഡ് 5 കളർ ഷെയ്ഡ്സും ഈ ഒരു ഡിസൈനിലുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട നോക്കിയത് ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലുക്കുണ്ട് ഈ ഡിസൈൻസ് നോക്കുമ്പം. സെൽഫ് കളർ വളരെ സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്ന ഡിസൈൻസ് ആണ്. 1480 പ്രൈസ്. ഇതുണ്ട്, ഇത് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡ്. നല്ല എല്ലാവർക്കും എല്ലാ സ്കിൻ ടോണും എപ്പോഴും മാച്ച് ആവുന്ന ഒരു യൂണിവേഴ്സൽ കളറാണ് നമ്മുടെ പിങ്ക്. എല്ലാവർക്കും അതുകൊണ്ട് തന്നെ പിങ്ക് ഇഷ്ടം പോലെ കാണും. എന്നാലും ഇങ്ങനത്തെ ഈ സെൽഫ് ഡിസൈൻ ഒക്കെ വരുമ്പം കുറച്ചുകൂടി ഒരു വെറൈറ്റി ലുക്കാണ്. എപ്പോഴും പിങ്ക് എല്ലാവരെയും, അത് ഇങ്ങനത്തെ ഇച്ചിരി ഡാർക്കായിട്ട് നിൽക്കുന്നവരെ ആണെങ്കിലും അത് കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ, കുറച്ചുകൂടി ബ്യൂട്ടി നമുക്ക് കുറച്ചും കൂടെ ഹൈലൈറ്റഡ് ആവും ഇങ്ങനത്തെ പിങ്ക് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ. നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡ്, സെയിം കളറിൽ തന്നെ വരുന്ന ദുപ്പട്ട ആൻഡ് വളരെ ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് ആണ്. സാൻഡൂൺ ഫാബ്രിക്കിലാണ് ബോട്ടം. കുറച്ചുകൂടി ഇതിലൊരു ഗ്രീൻ ആണ്, പിസ്ത ഗ്രീൻ്റെ കുറച്ചുകൂടെ പീസ്റ്റൽ ആയിട്ട് വരുന്നൊരു ഗ്രീൻ കളർ ഷെയ്ഡ്. പിസ്ത കുറച്ചും കൂടെ ഇടിവെട്ടായിട്ട് നിൽക്കും, അത്രയും ഇടിവെട്ടില്ല. ഒരു കുറച്ചുകൂടെ ലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡാണ്. എന്നാൽ നമ്മുടെ പ്രീമിയം ലെഹങ്കാസിലൊക്കെ കാണുന്ന പോലത്തെ ഗ്രീൻ ഉണ്ട്, അങ്ങനത്തെ ടൈപ്പ് ഒരു ഗ്രീൻ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫ് കളർ വർക്ക് വന്നിരിക്കുന്ന ഡിസൈൻ ലൈറ്റ് ആയിട്ടാണ്. എൻ്റെ ക്രഷ്ഡ് ഫോം ഫുള്ളി വർക്കാണ് ടോപ്പിലും ദുപ്പട്ടയിലും. ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നുണ്ടല്ലേ, നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ്. യെല്ലോ എന്ന് പറഞ്ഞാലും ഇടിവെട്ട് യെല്ലോ അല്ല, വളരെ പീസ്റ്റൽ ആയിട്ട് നിൽക്കുന്ന ഇതും എല്ലാവർക്കും മാച്ച് ആവുന്ന ഒരു യെല്ലോ കളർ ഷെയ്ഡ് ഉണ്ട്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ഒരു യെല്ലോയുടെ സ്പെഷ്യാലിറ്റി. എല്ലാവർക്കും മാച്ച് ആവുന്ന ടൈപ്പ് ഒരു യെല്ലോ ഷെയ്ഡാണ്. 1480 1480 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സോ കമ്മിങ് വീഡിയോയിൽ കാണാം. താങ്ക് യു.